കുറുവയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ പ്രതിഷേധം. ധനസഹായം, കുടുംബത്തിലൊരാൾക്ക് ജോലി എന്നീ ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ മൃതദേഹം സംസ്കരിക്കില്ല എന്നാണ് ബന്ധുക്കളുടെ നിലപാട്. മൃതദേഹവുമായി കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് തീരുമാനം. പോളിന് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെന്ന് മകൾ സോന ആരോപിച്ചു. ചികിത്സ കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛന് ചികിത്സ കിട്ടിയെങ്കിൽ എൻ്റെ പപ്പി ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു. ചികിത്സ ഇനി ആർക്കും ഗതി വരരുത്. എത്രയോ മണിക്കൂർ മുമ്പ് കോഴിക്കോട്ടേക്ക് ആംബുലൻസ് പോകും എന്ന് പറഞ്ഞ് എപ്പോഴാണ് പോയത്? ആളുടെ അവസ്ഥ തീരെ മോശമായ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത്. ചികിത്സ ലഭിച്ചിട്ടില്ല. ചികിത്സയ്ക്ക് അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് അവർ മാറ്റണമായിരുന്നു. അതിനും അവർ തയ്യാറായിട്ടില്ല. പോളിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും വീട്ടുകാരുടെ പരാതി അന്വേഷിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അല്ല, മാനന്തവാടി ആശുപത്രിയിൽ രോഗി എത്തിയത് ഉടൻ തന്നെ അവർ അവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി എനിക്ക് ലഭിച്ച വിവരം. പക്ഷേ അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ കൊണ്ട് ഈ പരിക്കേറ്റയാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊരു തോന്നലാണ് അവിടുത്തെ ഡോക്ടർമാർക്കുണ്ടായത്. അതിൽ മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങൾക്ക് പ്രാഥമികമായി ലഭിച്ച വിവരമനുസരിച്ച് അങ്ങനെ ഒരു മനഃപൂർവ്വമായ ഒരു വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ്. പക്ഷേ കുടുംബം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങളായിട്ടൊരു നിഗമനത്തിലെത്തേണ്ട, അതിനൊരു പരിശോധന നടത്തേണ്ട കാര്യം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുന്നുണ്ട്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയുടെ ഇരയാണ് പോൾ എന്ന് കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ആരോപിച്ചു. വനമന്ത്രി രാജിവെക്കണമെന്നും ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. രാജി ആവശ്യം രാഷ്ട്രീയ മുദ്രാവാക്യമാണെന്നായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം. വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ബഹുമാന്യനായ വനം മന്ത്രി. ഇതുവരെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അജീഷിന്റെ വീട്ടിലേക്ക് ഒരു മന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോളിന്റെ വീട്ടിലേക്ക് വരുമോ എന്നുള്ളതറിയില്ല. തിരിഞ്ഞു നോക്കാൻ ഒരു സർക്കാരും സമീപനവും ഇല്ല. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി വയനാടിന്റെ ജനതയെ കരുതി ഈ വനം മന്ത്രിയെ ദയവ് ചെയ്ത് പുറത്താക്കാൻ നേതൃത്വം കൊടുക്കണം. അതൊരു രാഷ്ട്രീയ ആവശ്യമല്ലേ? നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ ആവശ്യമല്ല. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാനിടയായ സാഹചര്യത്തിൽ അതിനെ ഫലപ്രദമായി, അത്തരം സംഭവങ്ങൾ ഫലപ്രദമായി ഉണ്ടാക്കാതിരിക്കാൻ എ കെ ശശീന്ദ്രൻ രാജി ഉപകരിക്കുമെങ്കിൽ അത് വെച്ചാൽ ഫലപ്രദമായി ഞാൻ രാജിവെച്ചാലെല്ലാം ഭംഗിയായി നടക്കുമോ? അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് തന്നെ കാണുള്ളൂ. അത് ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കണ്ട. കൂടുതൽ വിവരങ്ങളുമായി പ്രതിഷേധം നടക്കുന്ന പുൽപ്പള്ളിയിൽ നിന്ന് രാഹുൽ സുരേഷും പോളിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പാക്കത്ത് നിന്ന് അരുൺ പാറയ്ക്കലും ചേരുകയാണ് തത്സമയ വിവരങ്ങളുമായി. ആദ്യം രാഹുൽ സുരേഷിലേക്ക്. രാഹുൽ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്താണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്? വേണു, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോളിന്റെ മൃതദേഹം 9:45 കൂടിയാണ് പുൽപ്പള്ളിയിൽ എത്തിച്ചത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ പോളിന്റെ മൃതദേഹവുമായി പ്രതിഷേധ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസാമുദായിക ആളുകളുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്താൻ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, ഭാര്യയ്ക്ക് സർക്കാർ ജോലി, മകളുടെ പഠനം സർക്കാർ ഏറ്റെടുക്കണം, കുടുംബത്തിന്റെ കടം എഴുതി തള്ളണം, പോളിനെ ആക്രമിച്ച ആനയെ കണ്ടെത്തണം തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിലവിലെ തീരുമാനം. ഇവിടെ മൃതദേഹവുമായി പ്രതിഷേധിക്കുന്നതിനൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി ടൗണിലും പ്രതിഷേധ ജാഥയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി പ്രതിഷേധങ്ങൾ ഒരേ സമയം തന്നെ ഇവിടെ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ, DFO ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ ഇവിടേക്ക് എത്തണമെന്നും ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും ഈ ആവശ്യങ്ങൾക്ക് ഒരു പരിഗണന ലഭിക്കണമെന്നും പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതനുസരിച്ച് ഈ പ്രതിഷേധ പരിപാടി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്തായിരുന്നു പോൾ ജോലിക്ക് പോകുന്നതിനിടെ കാട്ടാന ആക്രമണം ഉണ്ടാവുകയും അവിടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി മാറ്റുന്നത്. ഇന്ന് രാവിലെ നമ്മൾ പോളിന്റെ മകളുമായി സംസാരിച്ചപ്പോൾ പറയുന്നത് അവിടെ ആവശ്യമായ ചികിത്സ ലഭിച്ചില്ല, അതുകൊണ്ടാണ് പോളിന്റെ മരണം സംഭവിച്ചതെന്ന് എന്നായിരുന്നു പോളിന്റെ മകൾ രാവിലെ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രധാനമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ എന്താണ് ഒരു സാഹചര്യം? അവര് കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആ കുടുംബത്തിലെ അത്താണിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്.
ഈ പോള് കുറുബാദ്വീപിലെ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്ത് കിട്ടുന്ന തുക ഉപയോഗിച്ചാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിനെ നേരത്തെ ഞാൻ അറിയുന്ന ആളാണ്, ചെറുപ്പം മുതൽ ഞാൻ അറിയുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുടുംബം വഴിയാധാരമാകാൻ പാടില്ല. ആ കുടുംബത്തിന് കുറഞ്ഞത് 50 ലക്ഷം രൂപ ഗവൺമെന്റ് ആ കുടുംബത്തിന് കോമ്പൻസേഷൻ അനുവദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വനവകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിൽ ഞാനും സിദ്ദിഖ് MLA, സണ്ണി ജോസഫ്, സജീവ് ജോസഫ് അടക്കം ആ പ്രമേയത്തിൽ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമായി കോമ്പൻസേഷന്റെ തോത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിസഭയിൽ മന്ത്രി പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് അല്ല, കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റാണ് ഇന്ന് മന്ത്രി പറഞ്ഞു. സഭാരേഖയിലുണ്ട്. അതുകൊണ്ട് കോമ്പൻസേഷൻ വർദ്ധിപ്പിച്ച് 50 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ആ കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത് സ്ഥിതിക്ക് ആ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ മക്കൾ പ്രായമായിട്ടുണ്ടെങ്കിലോ മകൾക്കോ സ്ഥിരം ജോലി ഗവൺമെന്റ് കൊടുക്കണം. പിന്നെ ഇതൊക്കെ ജീവിക്കാൻ വേണ്ടി കർഷകർ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്. ഒരു അത്താണി നഷ്ടപ്പെട്ട് എങ്ങനെയാ ലോൺ തിരിച്ചടയ്ക്കുക? പിന്നെ ജപ്തി നടപടി നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ആ ലോണ് ഏത് ബാങ്കിലാണെങ്കിലും, ഇനി സഹകരണ ബാങ്കിലാണെങ്കിലും ദേശസൽകൃത ബാങ്കിലാണെങ്കിലും, ആ ലോൺ തുക ഗവൺമെന്റ് പൂർണ്ണമായി ഏറ്റെടുക്കുക. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, ഇനി ആ കുട്ടിയാണ് ആ കുടുംബത്തിന്റെ അത്താണി. ആ കുട്ടിയെ പഠിപ്പിച്ചാൽ മാത്രമേ ആ കുട്ടി ഭാവിയെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ കുട്ടി ഇന്ന് 10ാം ക്ലാസ്സിലാണ്. അദ്ദേഹത്തിന്റെ പോളിന്റെ മകള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഉപരിപഠനമടക്കം ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് ഗവൺമെന്റിനെ അറിയിക്കേണ്ടതും സമയത്ത് ചർച്ച ചെയ്യേണ്ടതും ആ തീരുമാനമെടുക്കേണ്ടതും ജില്ലാ ഭരണകൂടം നൽകി ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ ഇവിടെ എത്തണം. ജില്ലാ കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു ഏതെങ്കിലും? ജില്ലാ കളക്ടറായിട്ട് ഇന്നലെ സംസാരിച്ചു, ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു, ഫോറസ്റ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായിട്ട് സംസാരിച്ചു, ACCF അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതി ലാലുമായിട്ട് സംസാരിച്ചു. അതേക്കാണ് കഴിഞ്ഞ ദിവസം CM-ന്റെ യോഗത്തിൽ പ്രതിനിധിയായിട്ട് പങ്കെടുത്തത്, ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥ പ്രതിനിധിയായിട്ട് പങ്കെടുത്തത്. അദ്ദേഹത്തടക്കം ഇന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഉടനെ കളക്ടർ ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് കളക്ടർ എത്തിയതിനു ശേഷം ഇവിടെ സർവകക്ഷി നേതാക്കളും ജനപ്രതിനിധികളും ഇരുന്ന് ഇവിടുത്തെ ആവശ്യങ്ങൾ, പിതാവടക്കം ഇവിടെയുണ്ട്, അതിന് സഭാംഗങ്ങൾ ഇവിടെയുണ്ട്, ബന്ധുക്കാർ ഇവിടെയുണ്ട്, അവരൊക്കെ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഈ ബോഡി ഇവിടെ നിൽക്കാൻ സമ്മതിക്കുള്ളൂ. ഈ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, സമീപത്ത് തന്നെ ഒരു കടുവാക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത, അതിനെക്കുറിച്ച് എന്താ? ഏറ്റവും വലിയ പരാജയമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ. 10 ദിവസമായി പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖലയിൽ 20 കിലോമീറ്ററിൽ ഒരു കടുവ ഇങ്ങനെ ഓടി നടക്കുക. മാത്രമല്ല, മെനിഞ്ഞാന്ന് കഴിഞ്ഞ 2 ദിവസം മുൻപ് അതിനെ മയക്കുവെടിവെക്കാൻ ഗവൺമെന്റ് ഓർഡർ ഇട്ടു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓർഡർ ഇട്ടു. ആ ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായില്ല. ഇപ്പോൾ ഒരു പശുവിനെ പിടിച്ചിരിക്കുക. ആ ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാരാ? മയക്കുവെടിവെക്കേണ്ട ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാരാ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാ. അവരൊരു ആനേന്റെ പുറകെ പോയിരിക്കുക. ആ ആനേനെ മയക്കുപിടി വെക്കാൻ കഴിയുന്നില്ല. ഇവിടെ കടുവ ഭീതി പരത്തുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഏതാണ്ട് ഒത്തിരി വനഭൂമികളുണ്ട്. ഇപ്പോൾ പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കണ്ണൂര്, വയനാട് മേഖലകളിലൊക്കെ വലിയ വന്യമൃഗശല്യം ഇപ്പോൾ ഉണ്ട്. ഇവിടെ RRT ഒന്നല്ലല്ലോ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വയനാട് ജില്ലയിൽ മാത്രമല്ലല്ലോ, കൂടുതൽ ഫോഴ്സിനെ നിയോഗിച്ചുകൊണ്ട് ഈ കടുവയടക്കം ട്രാപ്പ് ചെയ്ത് മയക്കുവെടി വെച്ച് നീക്കം ചെയ്യാനുള്ള ആവശ്യം. ആ ആവശ്യം ഞാൻ കത്ത് കൊടുക്കുകയും കത്തിന്റെ ഭാഗമായിട്ടാണ് ഓർഡർ ഇറക്കിയിട്ടുള്ളത് മയക്കുവെടി വെക്കാൻ. ഇന്നും നടപ്പാക്കിയിട്ടില്ല. അതിലൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. കടുവാക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? തൊട്ടടുത്താണ് 54, ഇവിടെ തൊട്ടടുത്ത. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിയമസഭയിലടക്കം പറഞ്ഞാണ് 20 കിലോമീറ്റർ ചുറ്റളവില് കടുവ 10 ദിവസമായി ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. ഒരു ആനന്റെ പുറകെ പോയിരിക്കുക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര്. അപ്പൊ മനുഷ്യന്റെ ജീവനും സ്വത്തിനല്ലേ സംരക്ഷണം നൽകേണ്ടത്? ഒരു ആന അവിടെ ഉണ്ടെന്ന് വെച്ച് ഇവിടെ കടുവ ആക്രമണത്തിൽ ജനങ്ങൾക്ക് പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടപ്പെടുകയോ പാടുണ്ടോ? അതുകൊണ്ട് ശക്തമായ നിലപാടെടുത്താണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു കടുവാക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. എന്താണ് നിലവിൽ BJP ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും നിലപാടുകളും? ആവശ്യങ്ങൾ പലവട്ടം നമ്മൾ പറഞ്ഞതാണ്. ഇതിനോട് നിരുത്തരവാദമായിട്ടുള്ള സമീപനമാണ് വയനാട് ജില്ലയോട് ഈ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് 2 മാസത്തിനിടയിലാണ് വിലപ്പെട്ട 3 ജീവനുകൾ നഷ്ടപ്പെട്ടത്.
ബന്ധപ്പെട്ട അധികാരിയോട് ഒരു വനം മന്ത്രിയുണ്ട്, അയാൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ആ വനമന്ത്രി ഇത്ര ശരി, നാളായി രാഹുൽ ഈ സുരേഷാണ് IC ബാലകൃഷ്ണൻ MLA പ്രതികരണം തേടിയത്. പുൽപ്പള്ളിയിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ്. പോളിന്റെ മൃതദേഹവുമായാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. കളക്ടർ വന്ന് കുടുംബത്തിന് സുരക്ഷ, അതുപോലെ തന്നെ അവരുടെ കടമെഴുതി തള്ളുക, അവർക്ക് സാമ്പത്തിക സഹായം, ജോലി, പഠന ചെലവ്, കടമെഴുതി തള്ളൽ, ഈ കാര്യങ്ങളിലെല്ലാം ഉറപ്പ് കിട്ടിയാലേ മൃതദേഹവുമായുള്ള പ്രതിഷേധം അവസാനിപ്പിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാരുള്ളത്.